നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ABVP-യുടെ മുൻ ദേശീയ സെക്രട്ടറി, അതുപോലെ തന്നെ വി മുരളീധരന് ശേഷം ABVP-യുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ നേതാവ്, ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി, ഇപ്പോൾ BJP-യുടെ ജില്ലാ പ്രഭാരിയായി വർക്ക് ചെയ്യുന്ന ശ്രീ O നിതീഷ്. സ്വാഗതം. ഒരുപാട് രാഷ്ട്രീയ കോളിളക്കങ്ങളിലൂടെയാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ഒരു സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെയുമാണ് പോകുന്നത്. അതിൽ BJPക്ക് നിർണായകമായ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് കാലത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താനൊന്നും സാധ്യതയില്ല, അല്ലെങ്കിൽ BJP എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഒരു തമാശ രൂപത്തിൽ എടുത്തിരുന്നെങ്കിൽ, ഇന്ന് ഒരു 5-10 വർഷത്തിന് ശേഷം BJP അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ ആളുകൾ അത് വളരെ ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു BJPയിലെ ABVP-യിലൂടെ BJPയിലേക്ക് എത്തുമ്പോൾ സമരരംഗത്തെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, വളരെ ചെറുപ്പം മുതൽ തന്നെ ABVPയും സംഘവുമായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യം നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ABVPയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും ആ സമയത്ത് തന്നെ ഈ സമൂഹത്തിലുണ്ടാകുന്ന ഇഷ്യൂവിനെ ബേസ് ചെയ്ത് സമരം നടത്താനുള്ള ഒരു പ്രേരണ അത് നൽകുന്ന വിദ്യാർത്ഥി പരിഷത്താണ്. അതിൻ്റെ കാരണം, ABVPയുടെ ആശയത്തോട് ഞാൻ അടുക്കാനുള്ളൊരു കാരണം, ഇന്നത്തെ വിദ്യാർത്ഥി, ഇന്നത്തെ പൗരൻ എന്നുള്ള ആശയം ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. മറ്റ് വിദ്യാർത്ഥികളൊക്കെ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത്, വീട്ടിൽ നിന്നൊക്കെ പറയുന്നത്, ഇന്നത്തെ വിദ്യാർത്ഥി നാളത്തെ പൗരനാണ്. നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം, വളരെ മുതിർന്ന ആളായതിനു ശേഷം നിങ്ങൾ ഈ വിഷയങ്ങളിൽ, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ABVPയുടെ ഈ ആശയം കേട്ടതിന് ശേഷമാണ് എനിക്ക് സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടണം, രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടണം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് റോളുണ്ട് എന്ന് മനസ്സിലാവുന്നത് ആ സമയത്താണ്. അതാണ് ABVPയിലൂടെ ഈ സമരങ്ങളിലും മറ്റ് പ്രശ്നങ്ങളിലേക്കും ഇടപെടാനും സമരങ്ങൾക്ക് മുന്നണി നേതൃത്വം കൊടുക്കാനും മുന്നണി പോരാളിയാകാനും ഒക്കെ എനിക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും. രജനി എസ് ആനന്ദിൻ്റെ ആത്മഹത്യ കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പ്രവേശന കമ്മീഷൻ്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എൻ്റെ ജീവിതം മതിയാക്കുന്നു എന്ന് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ദളിത് പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട സമരത്തിൽ മുൻനിര പോരാളിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ അനുഭവം എന്ന് പറയാം. കേരളം നമ്പർ 1 ആണ് എന്ന് അഭിമാനിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ആ സത്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ കാണണം. അതിൻ്റെ ഭാഗമാണ് ആദിവാസി പെൺകുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല, വീട്ടിൽ ആ തരത്തിലുള്ള ഒരു സാമ്പത്തിക സംവിധാനമില്ല. അതുകൊണ്ട് മുന്നോട്ട് പഠിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം വെച്ച് പഠിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് അടുത്ത നെക്സ്റ്റ് എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു ആ തരത്തിൽ ആലോചിച്ചത് കൊണ്ടാണ് രജനി എസ് ആനന്ദ് ഈ +2 ഡയറക്ടർ ബോർഡിൻ്റെ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ അതൊരു ഒരു കൊടുങ്കാറ്റ് പോലെ അന്ന് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. ആ സമയത്താണ് നമ്മളും വിദ്യാർത്ഥി പരിഷത്തും സമരമുഖത്തുണ്ടായത്. ആ സമയത്ത് നമ്മൾ വലിയ ഒരു സമരം നയിച്ച് തലശ്ശേരിയിൽ നമ്മൾ ഈ സർക്കാർ സ്ഥാപനത്തിന് മുന്നിലേക്ക് സമരം നടത്തുകയും ഭീകരമായ പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുകയും, അങ്ങനെയാണ് ആദ്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ജയിലിലൊക്കെ കിടക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ അന്ന് SFI ആ സമരം വലിയ രീതിയിൽ ഏറ്റെടുത്തിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ SFI എന്തിനാണ് ആ സമരം ഏറ്റെടുത്തത് എന്നുകൂടി ഒരു ചോദ്യം ഉയർന്നിരുന്നു. കാരണം സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ കൂത്തുപറമ്പിലൊക്കെ വെടിയേറ്റ് വീണ സഖാക്കളുടെ ഓർമ്മകൾ പോലും ഇല്ലാതെ സ്വാശ്രയത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഇടത് സർക്കാരിൻ്റെ നയങ്ങളുണ്ട്. ഒരു തരത്തിൽ ആ നയങ്ങൾ കൂടിയാണ് രജനി എസ് ആനന്ദിനെ ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്ന് വിമർശനം പിന്നീടുണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ SFI ഏറ്റെടുക്കുന്ന സമരങ്ങളുടെ ആ സമര ചരിത്രം നോക്കിയാൽ എപ്പോഴും ഒരു പിന്തിരിപ്പൻ സമരമാണ് SFI കേരളത്തിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ ഈ മീഡിയാസിൻ്റെയും കേരളത്തിലെ ഇടതുപക്ഷ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് എല്ലാ സമരങ്ങളും മുന്നണി പോരാളികളായി നിന്നത് SFI ആണ് എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ ധരിച്ച് വെച്ചിരിക്കും. പക്ഷെ പിന്നീട് കൂത്തുപറമ്പ് സമരമൊക്കെ അതായിരുന്നു. പിന്നീട് ഈ കൂത്തുപറമ്പ് സമരത്തിൻ്റെ യാഥാർത്ഥ്യവും പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സമയത്ത്, LDF അധികാരത്തിൽ വന്ന സമയത്ത് അവരെടുത്ത നിലപാടുകൾ വിദ്യാർത്ഥി വിരുദ്ധവും ആ സമരത്തിൻ്റെ നിലപാടിനെതിരായിരുന്നു എന്ന് കേരളം മനസ്സിലാക്കുന്നത് പിന്നീടാണ്. അതേ സാഹചര്യം തന്നെയാണ് ഈ സ്വാശ്രയ മേഖലകളിലുള്ള വിഷയവും. സ്വാശ്രയ മേഖലകൾ വിദ്യാഭ്യാസ സ്ഥാപനം വരണം എന്ന് ആവശ്യമുണ്ടായി. കാലഘട്ടത്തിൻ്റെ മാറ്റം ആ തരത്തിലേക്ക് മാറി. കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി ഈ സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുമ്പോൾ അതിനെതിരെ നിൽക്കുകയും അതിനെതിരെ സമരം നടത്തുകയൊക്കെ ചെയ്തു.
പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ സ്വാശ്രയ മേഖലയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഇടതുപക്ഷ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഒരു ഇരയാണ് സ്വാശ്രയ മേഖലയിലെ വികലമായ ആ സമയത്തുള്ള വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ഇരയാണ് ഈ രജനി എസ് ആനന്ദ് എന്നുള്ള ആ സമയത്ത് ആ ചർച്ചയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, BJPയുടെ നേതാക്കന്മാരെ കാണുമ്പോൾ അവരുമായിട്ട് ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ചോദിക്കണം എന്ന് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഇപ്പോൾ പലപ്പോഴും ഒരു നെറേഷനുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പാദപൂജയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ഒരു വിവാദം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. അപ്പോഴൊക്കെ പറയുന്നത് സവർണ മേധാവിത്വ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നും കടിച്ചാപ്പെട്ടാത്തൊരു പേര് പറഞ്ഞിട്ട് അത് BJPയുടെ തലയിൽ ഇട്ടുകൊടുക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ആദിവാസികൾക്ക് വേണ്ടി ഈ വനവാസി കല്യാൺ മഞ്ച് പോലെ, ആലുവയിലെ തന്ത്രവിദ്യാപീഠം പോലെ ഇങ്ങനെ എന്താണ് ജാതി ഭേദമന്യേ ആളുകളെ സ്പിരിച്വാലിറ്റിയിലേക്കും ആത്മീയതയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ച പ്രസ്ഥാനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ വല്ലാതെ എന്താണ് തെറ്റിദ്ധാരണയിൽ വീഴ്ത്തുന്നുണ്ടോ ഇവിടുത്തെ ഇടത് പ്രൊഫൈലുകൾ? തീർച്ചയായും കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അതിനുള്ള ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കുന്നു, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒരു സാഹചര്യം ടോട്ടൽ നോക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരാരൊക്കെയാണ്? രാഷ്ട്രപതി തൊട്ട് നമ്മൾ നോക്കിയാൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ജാതീയമായി അല്ലെങ്കിൽ താഴ്ന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഇന്ന് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഭരണ നേതൃത്വത്തിൽ മുഴുവൻ ഇരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ചാലകശക്തി ഏതാണ്? ഇതൊക്കെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെയും വിദ്യാർത്ഥി പരിഷത്തിലൂടെയും BJPയിലൂടെയും ഒക്കെ വളർന്നു വന്ന് ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും ഈ BJP പോലുള്ള പ്രസ്ഥാനങ്ങളിൽ അങ്ങനെ ജാതീയതയോ ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇവരൊന്നും ഉയർന്നു വരില്ല. ഈ താഴ്ന്ന വർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയും അവരുടെ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ചുമതല വഹിക്കുന്നവരുടെ ജാതി നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് പൊള്ളയായ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളാണ് ജാതിക്കും മതത്തിനും ഒന്നിനും അതീതമല്ലാതെ മനുഷ്യനെ മാത്രം കാണുകയും മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ കഴിവുകളെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമാണ്, BJP ആണ് എന്ന് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. ഈ വനവാസി കല്യാൺ മഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ, വനവാസികൾക്ക് വേണ്ടി പ്രവർത്തനം നടത്താൻ വേണ്ടി BJPയും RSSും തീരുമാനിച്ചു. അതുപോലെ അട്ടപ്പാടിയിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആദിവാസികൾക്കിടയിൽ പ്രവർത്തനം നടത്തിയ സംഘടനയുടെ പേരാണ് ഈ വനവാസി കല്യാൺ മഞ്ച് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ അത്രയ്ക്ക് പോലും ഇവിടെ CPMൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഇടത് പാർട്ടികളുടെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്തു നിന്ന് പ്രവർത്തനം നടന്നു എന്ന് നമുക്ക് കരുതാം? ഒരിക്കലുമില്ല. നമ്മൾ ഈ ആദിവാസി ഏരിയകളിൽ പോകുന്ന സമയത്ത് വനവാസി കല്യാൺ ആശ്രമം എന്നുള്ളതാണ് ഏകൽ വിദ്യാലയം, അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സേവാഭാരതിയുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായ സേവാപ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി. ആദിവാസികളുടെ ഇടയിൽ ആദിവാസി ഊരുകളിലേക്ക് ഒരു രാമനുണ്ണി ചേട്ടൻ എന്ന് പറയുന്ന, നമ്മളൊക്കെ സ്നേഹത്തോടെ രാമനുണ്ണി ചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹം ഒരു നമ്പൂതിരി സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ അദ്ദേഹമാണ് ഈ നിങ്ങൾ വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ഒക്കെ ഈ ആദിവാസി ഊരുകളിൽ പോയാൽ അവർ പറയുന്ന പേര് ഈ രാമനുണ്ണിച്ചേട്ടൻ്റേതാണ്. രാമനുണ്ണിച്ചേട്ടനെ പോലുള്ള വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കുകയും അവരെ മോൾഡ് ചെയ്യുകയും ഈ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം, അവരെപ്പോലെ ജീവിക്കണം. അടിസ്ഥാന വർഗത്തിനിടയിൽ പോയി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ജീവിത രീതി പോലെ അവരോടൊപ്പം താതാത്മ്യം പ്രാപിച്ച് അവരുടെ ഇടയിൽ ജീവിക്കുന്ന തരത്തിലേക്ക് ഓരോ വ്യക്തികളെയും മാറ്റാനുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായി ജനങ്ങളെ, വ്യക്തികളെ കാണുക, മനുഷ്യരെ കാണുക, മനുഷ്യരുടെ ഇടയിലേക്ക് പോവുക, അവരുടെ വിഷമങ്ങൾ ഏറ്റെടുക്കുക, അവരുടെ വിഷമത്തോട് ഒപ്പം നിൽക്കുക, അവരുടെ കണ്ണീരൊപ്പാനുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ള പ്രവർത്തനത്തിനാണ് RSS നേതൃത്വം കൊടുക്കുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അട്ടപ്പാടി ഊരുകളിലും വയനാടിൻ്റെ ഉള്ളേരുകളിലും ഒക്കെ പോയാലും ഈ സംഘത്തിൻ്റെ സ്വാധീനം അത് ഈ സാധാരണക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ആശയം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളും പുതിയ സംഘടനാ സംവിധാനമൊക്കെ വന്നിട്ടുണ്ട് നിലവിൽ. അത് എത്രമാത്രം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്നതാണ്? അല്ലെങ്കിൽ ഇപ്പോൾ BJPയുടെ പ്രഭാരി ചുമതലയുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിനോടൊക്കെ ചേർന്ന് നിന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ മാറ്റം അവിടെ നഗരസഭ ഈ കോർപ്പറേഷൻ പരിസരത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ സംസ്ഥാന പൊളിറ്റിക്സും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ BJPയുടെ രാഷ്ട്രീയവും എങ്ങനെയാണ് ഭാവിയിൽ നോക്കിക്കാണുന്നത്? ഇതിൽ കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്.
ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ BJP ഒരു വിന്നബിലിറ്റി പാർട്ടിയായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. കേരളത്തിൽ നടന്ന ഇന്ത്യയിൽ നടന്ന ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP പല സ്ഥലങ്ങളിലും 2ാം സ്ഥാനത്ത് വരികയും ഏകദേശം 20% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ള പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞു കേരളത്തിൽ. അടുത്ത ഒരു സ്റ്റെപ്പ് അത് വിജയത്തിലേക്കാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന് സംഘടന ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു മാറ്റത്തിൻ്റെ വക്താവായിട്ട് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പല ഇന്നവേറ്റീവ് ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഒക്കെ ഏറ്റവും പുതിയ ബിസിനസ്സുകളിലേക്കാണ് അദ്ദേഹം ആ ബിസിനസ്സുകാരൻ എന്ന നിലക്ക് ഈ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അതിൽ വിജയിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇന്ന് BJPയെ നയിക്കുന്നത്. അദ്ദേഹം വച്ച ഒരു മുദ്രാവാക്യം വികസിത കേരളം എന്ന് തന്നെയാണ്. നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുമ്പോഴും നമുക്ക് പല സ്ഥലങ്ങളിലേക്കും ചുവട് വെച്ച് പോകാൻ പറ്റുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല ഇടതുപക്ഷം ഭരിച്ച് കുളമാക്കി വെച്ചതിൻ്റെ ഫലമായി ഇന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. ഇവിടുത്തെ വ്യവസായശാലകൾ കേരളത്തിൽ നിന്ന് മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇവിടുത്തെ റോഡിൻ്റെ വികസനം നടക്കുന്നില്ല. അത് നടന്ന റോഡിൻ്റെ വികസനം നോക്കുമ്പോൾ അതൊക്കെ മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പദ്ധതികളുടെയും പിന്നിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേന്ദ്രമാണ് കേരളത്തെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിലുള്ള ഈ വികസിത കേരളം ടീം, ആ ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും കോഴിക്കോട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെയുള്ളൊരു അവസരമാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയം സുനിശ്ചിതമാകും എന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു ചോദ്യം കൂടി, അതായത് കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയതായിട്ട് സംഘടന ജില്ലാ കമ്മിറ്റികളൊക്കെ വിഭജിച്ചിട്ടുണ്ട്. പ്രഫുൽ അടക്കമുള്ള ആളുകൾ, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ജില്ലാ അധ്യക്ഷന്മാരൊക്കെ അവിടെയുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഇപ്പോൾ വടകരയായാലും കോഴിക്കോട് സിറ്റിക്കകത്തായാലും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ, അത് എത്രമാത്രം പുതിയ ഈ വിഭജനം എത്രമാത്രം ഈ പറയുന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത്? മുന്നേ 14 ജില്ലയായിരുന്നു. റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിലാണ് BJPയുടെ പ്രവർത്തനം നടന്നുകൊണ്ട്. ഇപ്പോൾ ഏകദേശം ജില്ലാ വിഭജനത്തിൻ്റെ ഭാഗമായി 30 ജില്ലകൾ കേരളത്തിൽ നിലവിലുണ്ട്. ഓരോ ജില്ലാ പ്രസിഡൻറ്റും ഓരോ പവർ സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ വികേന്ദ്രീകരണം നടക്കുന്നതുകൊണ്ട് ഒരു ജില്ല 1ഓ 2ഓ ആകുമ്പോൾ ആ സ്ഥലത്തേക്ക് വളരെ ഗ്രാസ് റൂട്ട് ലെവൽ സംഘടനാ പ്രവർത്തകർക്ക് യാത്ര ചെയ്യുവാനും അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടാനും സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഈ ജില്ലാ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ, അതിൽ BJPയുടെ ചരിത്രം എഴുതുമ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു ഈ ജില്ലാ വിഭജനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പോകാനും അതോടൊപ്പം തന്നെ സംഘടനയുടെ പ്രവർത്തനത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ജില്ലാ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള ഈ വികസിത ടീം എന്ന് പറയുന്നത് വളരെ യൂത്തായിട്ടുള്ള ആൾക്കാർ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും അവർ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റോളിലിരിക്കുകയും സംഘടനാ പ്രവർത്തനത്തിൻ്റെ BJPയിലേക്ക് വരിക, മെമ്പർഷിപ്പ് നേടുക എന്നുള്ളതല്ല, അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് ഇരിക്കുന്നതായിട്ടും സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടും നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു പുതിയ മുഖമാണ് BJPയുടെ ഒരു പുതിയ മുഖമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത് കേരളത്തിലെ സമൂഹം വലിയ ആശയോടും ആവേശത്തോടും സ്വീകരിച്ചിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊരു മാറ്റമായിട്ട് നമുക്ക് കേരളത്തിൽ കാണും. തീർച്ചയായിട്ടും